ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു ന്യൂനപക്ഷ പിന്തുണ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടേയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനൊരു അറസ്റ്റ് വരിക, അതിൽ ജാമ്യം കിട്ടാൻ ഒരു ഇടപെടൽ അസ്വാഭാവികമായിട്ട് നടത്തി എന്ന് ഹിന്ദു ഐക്യവേദി കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരിവാർ കുടുംബത്തിനകത്തുനിന്ന് ഇങ്ങനൊരു വിമർശനം വരുമ്പോൾ അതൊരു പാർട്ടിയുടെ വളർച്ചയെ ബാധിക്കില്ലേ? ഇപ്പോൾ നമുക്ക് ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിരപരാധികളാണ് എന്ന് നമുക്ക് മണത്ത് കണ്ടുപിടിക്കാൻ സാധിക്കില്ലല്ലോ. ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അവർ അപരാധിയാണോ നിരപരാധിയാണോ എന്നുള്ളത് അതതിൻ്റെ നിയമ സംവിധാനത്തിലൂടെയാണ് ബോധ്യമാവേണ്ടത്. മറിച്ച് ഈ വിഷയത്തിൽ നമ്മൾ കണ്ടത് അവിടെ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ കേരളം അവർ നിരപരാധികളാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഓടുകയാണ്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു വ്യക്തി നിരപരാധിയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ നിരപരാധികളാണ് എന്നോ അപരാധികളാണോ നമുക്ക് പറയാൻ സാധ്യമല്ല. നിരപരാധിയാണോ അപരാധിയാണോ അത് നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നിരപരാധിയാണ് എന്ന് വെളിപ്പെടേണ്ടത്. അതിനു മുന്നേ ഒരല്പം ധൃതി രാഷ്ട്രീയക്കാർ കാണിച്ചു എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാണിച്ചത്. കന്യാസ്ത്രീകൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ആ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഈ നിലപാട് ഐക്യവേദി എടുക്കുന്നത്. അത് പരിവാറിൻ്റെ ഒരു ഘടനയെ പറ്റിയിട്ട് പൊതുവെ, കാരണം അങ്ങനെ എല്ലാ കാര്യങ്ങളും പത്രമാധ്യമങ്ങളിൽ വന്നുകൊണ്ട് വെളിപ്പെടുത്തുന്ന ഒരു സ്വഭാവം പരിവാറിന് ഇല്ലാത്തത് കൊണ്ടാകാം അതിനെപ്പറ്റി വേണ്ടത്ര ഗ്രാഹ്യം മാധ്യമങ്ങൾക്കില്ല. ഓരോ സംഘടനയ്ക്കും അവർക്ക് പ്രവർത്തിക്കാനുള്ളൊരു തലമുണ്ട്. അവിടെ അവർ സ്വതന്ത്രരാണ്. അവരുടേതായ വിഷയങ്ങളുമായി അവർക്ക് മുന്നോട്ട് പോകാം. അതൊരിക്കലും ബന്ധങ്ങളെ ബാധിക്കും. ന്യൂനപക്ഷ വിരുദ്ധരാണ് ബി.ജെ.പി എന്നുള്ള ഒരു പ്രചാരണം പല ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് LDF UDF ഒക്കെ അത് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ്, ഞങ്ങൾ ക്രൈസ്തവ സമുദായങ്ങളെ അധ്യക്ഷന്മാരെ നേരിട്ട് പോയി കാണുന്നു, കേക്കുമായി അരമനകൾ പോകുന്നു എന്നൊക്കെ ബി.ജെ.പി നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഇതാ മതപരിവർത്തനം നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കളടക്കമുള്ളവർ ഈ ക്രൈസ്തവ സമുദായത്തിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനമൊക്കെ നടത്തുന്നത് സ്വാഭാവികമായിട്ടും പാർട്ടിയെ സംബന്ധിച്ചോളം, ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചോളം അവർക്ക് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള ഗ്രിപ്പ് മോശമാക്കില്ല. ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതേതുമാകട്ടെ പക്ഷങ്ങൾക്കതീതമായല്ലേ പ്രവർത്തിക്കേണ്ടത്? ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഇവിടുത്തെ പൗരന്മാരല്ലേ? അവർക്കെല്ലാം തുല്യമായ അവകാശാധികാരങ്ങളല്ലേ വേണ്ടത്? അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങൾ അവരോടൊപ്പം നിൽക്കും. ഏതെങ്കിലും പക്ഷമല്ല നമ്മളോടൊപ്പം നിൽക്കേണ്ടത്. ആരെങ്കിലുമൊക്കെ സോപ്പിട്ടാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ അസുഖത്തെയല്ലേ കാണിക്കണത്? അതിന് ചികിത്സ വേണം. ന്യൂനപക്ഷത്തെയോ ഭൂരിപക്ഷത്തെയോ പ്രീണിപ്പിച്ചുകൊണ്ടല്ല ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകേണ്ടത്, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഏറ്റവും അധികം കേസുകൾ ചാർജ് ചെയ്ത സ്ത്രീ എന്നുള്ളൊരു റെക്കോർഡ് തനിക്കായിരിക്കും എന്നൊരു മാധ്യമം പറഞ്ഞു. പാവപ്പെട്ട കന്യാസ്ത്രീകൾ എന്തിങ്ങനെ ഒപ്പിച്ചു പാടുന്നവരോട് എന്നതടക്കം പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെ വോട്ട് കിട്ടാൻ വേണ്ടി ഇത് ഈ പറയുന്നത് ബി.ജെ.പിയോടാണോ? എല്ലാവരോടും അല്ല, എല്ലാവരോടുമാണ് പറയുന്നത്. എല്ലാവരോടും ഹിന്ദു ഐക്യവേദി പറയുന്ന അവർക്ക് കേൾക്കാം. പക്ഷെ നിങ്ങൾ പറയുന്നതിനകത്ത് ബി.ജെ.പി അല്ല, എല്ലാവരോടും തന്നെയാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവരെ മോചിപ്പിക്കാൻ, അപരാധിയാണോ നിരപരാധിയാണോ എന്ന് ഇവിടെ ഇരുന്ന് തീരുമാനിച്ച് അവരെ മോചിപ്പിക്കാനും നേരിട്ട് കാണാനും ഇവിടുന്ന് പോവാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ല. ഒരു പക്ഷേ പറഞ്ഞ വ്യഭിചാരം ഒഴിച്ചുള്ള എല്ലാ വകുപ്പുകളും, വധശ്രമം, അല്ലെങ്കിൽ വധിക്കാനുള്ള, ഇങ്ങനെ എല്ലാ വ്യത്യസ്തമായ വകുപ്പുകളാണ് എനിക്കെതിരെ ഡോക്ടർ സെൻകുമാർ അല്ലെങ്കിൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറ്, SJR കുമാർജി ഞങ്ങൾക്കൊക്കെ ചാർത്തിയത്. ഒരു രാഷ്ട്രീയക്കാർക്കും അസ്വസ്ഥത ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയും സമീപിച്ചിട്ടുമില്ല. ഞങ്ങളുടെ കേസൊന്ന് പിൻവലിച്ച് തരണമെന്ന് പറയാൻ ഞങ്ങൾ ആരെയും സമീപിച്ചിട്ടില്ല. കാരണം കേസ് ചാർജ് ചെയ്യപ്പെട്ടാൽ നിയമപരമായ പോരാട്ടമാണ് പിന്നെ നടത്തേണ്ടത്. പ്രചരണം നടത്തും. ഈ കേസ് കള്ളക്കേസുകളാണ് എന്ന നിലയിൽ പ്രചരണം നടത്തും. അതല്ലാതെ ഞങ്ങളുടെ കേസൊന്നും ഒഴിവാക്കി തരണേ പറഞ്ഞ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയെ, ഞങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെ ഞങ്ങളാരും നാളിതുവരെ സമീപിച്ചിട്ടില്ല. ഞങ്ങളുടെ കേസൊന്നും ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയിട്ടില്ല. കാരണം നമ്മൾ ഈ ധൈര്യത്തോടു കൂടിയാണല്ലോ സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ അത് പൂവിരിച്ച പാതയാവില്ല, ഉറപ്പാണ്. അതിനകത്ത് മുള്ളുകൾ ഉണ്ടാകും. ചവിട്ടി നടക്കാമെന്ന ധൈര്യത്തിൽ തന്നെയാണ് നമ്മളൊക്കെ പോകുന്നത്. അപ്പോൾ തീർച്ചയായും കന്യാസ്ത്രീകളും അവർ പറയുന്ന സമാജത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി അനുഭവിക്കാം എന്നുള്ള നിലയിലല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റൂ. നമുക്ക് കിട്ടുന്നതെല്ലാം നമുക്ക് താല്പര്യമുള്ളതേ കിട്ടൂ എന്ന് വരില്ല പൊതുരംഗത്തേക്ക് ഇറങ്ങിയാൽ. ആ ചാർത്തിയ കേസ് കള്ളക്കേസാണ്. ഇരകളെ ഭീഷണിപ്പെടുത്തി. ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മയടക്കം വളരെ ഭീഷണിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി. എന്തൊക്കെ വരുന്നുണ്ട്. അപ്പം ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ ആരാണ് ഇര? അവിടെ സാമൂഹ്യ സുരക്ഷാ വിഭാഗത്തിൽപ്പെട്ട ആ പെൺകുട്ടികളാണോ ഇര, കന്യാസ്ത്രീകളാണോ ഇര? അല്ല, പെൺകുട്ടികൾ പോലും, പെൺകുട്ടികളുടെ വെളിപ്പെടുത്തലിൽ പോലും വന്നിരിക്കുന്നത് പോലീസിന് അഗെയിൻസ്റ്റ് ആണ്. അല്ല, പെൺകുട്ടികൾ പറയുന്നില്ലല്ലോ. ഒരു മാധ്യമ പ്രവർത്തക, ഒരു വനിത കൂടിയാണ്. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ,
അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് വിദ്യാഭ്യാസപരമായി സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ അവരെ കടത്തി കൊണ്ടുപോകാമെന്നാണോ പറയുന്നത്? ഈ നടന്നത് കേരളത്തിലായിരുന്നു എന്ന് കൂട്ടുക. നമ്മൾ ധാരാളം ചർച്ച ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നു. ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു സന്യാസിനി കേരളത്തിലെ ഏതെങ്കിലും ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് 2 or 3 പാവപ്പെട്ട പെൺകുട്ടികളെയും കൊണ്ടുപോകുന്നു. ജോലി കൊടുക്കാൻ തയ്യാറായിട്ട് തന്നെ കൊണ്ടുപോകുന്നത്. കാരണം ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട് ഇവിടുത്തെ സന്യാസി സഭകൾക്ക്, ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട്. അതിലേക്ക് ജോലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. രക്ഷിതാക്കൾ സമ്മതിച്ചിട്ടുണ്ടാവും, കാരണം സാമ്പത്തികമായി പിന്നിൽ നിൽക്കുകയാണ്, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ ഒരു 2 or 3 പെൺകുട്ടിയെയും കൊണ്ട് കേരളത്തിലൊരു റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. അവിടെ TTEക്കോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ RPFനോ സംശയം തോന്നുന്നു. എങ്ങനെയായിരിക്കും നിങ്ങളൊക്കെ ആ കേസിനെ കൈകാര്യം ചെയ്യുക? ഈ തൊഴിൽ കടത്തിൻ്റെ പേരിൽ വിവിധ സ്ഥാപനങ്ങളിലേക്ക് തൊഴിലാളികളെ സംഭാവന ചെയ്തുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ ഉണ്ടാക്കുന്ന പണം എത്രയാണ് എന്നുള്ളത് അന്വേഷിക്കാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ അത്തരം കാര്യങ്ങളുടെ പുറകെ ഞങ്ങൾ വേണ്ടത്ര തെളിവുകൾ കിട്ടിക്കൊണ്ടാണ് പറയുന്നത്. നിർബന്ധിത മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞ് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന മിഷണറിമാർ പോലും ഉത്തരേന്ത്യയിൽ നിന്നുള്ള എക്സാമ്പിൾ ഉണ്ട്. അതായത് ഈ പറയുന്നത് വളരെ വളരെ ലാഘവത്തോടു കൂടിയുള്ള ഇതൊക്കെ കത്തിക്കുമ്പോൾ ഇത് ചെല്ലുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു ഇത് നടത്തുന്ന ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ആ വല്ലാത്ത തീവ്രതയെ പറ്റി അവരാലോചിച്ചാൽ മതി. അപ്പോൾ ഈ വിഷയം നിൽക്കും. എന്തുകൊണ്ട് ബംഗ്ലാദേശിൽ പോയി സേവന പ്രവർത്തനം നടത്തുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ തന്നെ മുസ്ലിം സമൂഹത്തിന് പട്ടിണിയുണ്ടെന്ന് പറഞ്ഞത് നമ്മളല്ല, സച്ചാർ കമ്മീഷനാണ് പറഞ്ഞത്. ഇവിടെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് മുസ്ലിങ്ങളാണ്. അവർക്ക് പ്രത്യേക സംവരണം കൊടുക്കണം, അവർക്ക് പ്രത്യേക എന്തിന്? സച്ചാർ കമ്മീഷൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പാലൊളി കമ്മിറ്റി ഉണ്ടാക്കി, കേരളത്തിൽ വരെ മുസ്ലിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയാൻ. അതിൻ്റെ പേരിൽ ഗവൺമെൻറ് സ്കൂളിൽ ഫണ്ട് അനുവദിച്ചൊരു മുസ്ലിം പെൺകുട്ടികൾക്ക് ശൗചാലയങ്ങൾക്കുള്ള ഫണ്ട്. ഇത്ര വൃത്തികേട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? തിരൂർ ഞാനൊരു സ്കൂളിൽ നേരിട്ട് കണ്ടതാണ്. അതിൻ്റെ ഫണ്ട് നമ്മുടെ ഒരു ഭരണഘടന വരുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക്, സ്ത്രീകൾക്ക് അങ്ങനെ ഒരു റിസർവേഷൻ എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അതേ വേണ്ട എന്ന് പറയുന്നത് ഇത് ആ കാലഘട്ടത്തിലെ ഒരു ചരിത്ര പശ്ചാത്തലം വെച്ചിട്ടല്ലേ ചില വിഭാഗങ്ങൾക്ക് അങ്ങനെ ഒരു റിസർവേഷൻ അനുഭവിക്കാനുള്ള? ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ കേവലം മതന്യൂനപക്ഷം എന്നേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഭാഷാ ന്യൂനപക്ഷമുണ്ട്, പല ന്യൂനപക്ഷങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ ആരാണ് ന്യൂനപക്ഷം? 0.5% പാഴ്സികൾ. ഇതിൽ ഏതെങ്കിലും ഒരു അസ്വസ്ഥതയിൽ അവർ വരുന്നുണ്ടോ? ഞങ്ങൾക്ക് കിട്ടിയത് പോരാന്നോ, ഞങ്ങൾക്ക് ഇന്ന വിഷയങ്ങളുണ്ടോന്നോ? 0.5% തികച്ചില്ല. ആരാണ് ന്യൂനപക്ഷം? ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ നിർദ്ദേശപ്രകാരം 2% താഴെ വരണ്ടുള്ളൂ. പ്രത്യേക ആനുകൂല്യങ്ങളും അവകാശങ്ങളും കൊടുക്കണമെങ്കിൽ ഭാരതത്തിൽ അത് ആവശ്യമില്ല. ഈ പറഞ്ഞ മാതിരി നാട് മുഴുവൻ നടന്നിട്ട് മതം മാറ്റാനുള്ള പൈസയുള്ളവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കണോ? ഈ കേരളം പോലെ ഒരു സ്ഥലത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ വിദ്യാഭ്യാസത്തിലും ആതുര പ്രവർത്തനത്തിലുമൊക്കെ ഇത്രയേറെ നമ്മുടെ ചരിത്രം ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. എങ്ങനെ നമുക്ക് കേരളത്തിലിരുന്ന് ഇങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? അതൊരു വിദ്വേഷത്തിന്റെ ഒരു വിദ്വേഷം. ഞാൻ പറഞ്ഞേ, ആര് ആതുര ശുശ്രൂഷ നടത്തുന്നതിനോ, ആര് സേവാപ്രവർത്തനം നടത്തുന്നതിനോ, വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നതിനോ നമ്മളാരും എതിരല്ല. പക്ഷെ അതിന് മതം ഒരു ഘടകമാകരുത്, മതം മാറ്റാൻ വേണ്ടിയാകരുത്. മതം മാറ്റാൻ വേണ്ടിയാണെങ്കിൽ നേരത്തെ ചെയ്തതാണ്.